യേശുവിൽ സഹോദരങ്ങളെ, ഇന്നത്തെ ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് പ്രാർത്ഥനയ്ക്കുള്ള 4 പ്രതികരണങ്ങളെക്കുറിച്ചാണ്. 120 സങ്കീർത്തനം 1 വചനം ഇങ്ങനെയാണ്: കഷ്ടതയിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം തന്നു. ദൈവഭക്തന് ദൈവം നൽകുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ഏതൊരു സമയത്തും ദൈവനാമം വിളിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ ഏതൊരു നിയോഗത്തെയും ദൈവകരങ്ങളിൽ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം ഉയർത്തുന്ന ഒരു പ്രാർത്ഥന, അതിന് വളരെ പെട്ടെന്ന് നാം പറയുന്നൊരു സമയത്ത് മറുപടി കിട്ടണമെന്ന് നിർബന്ധമില്ല. മാത്രവുമല്ല, നാം ആഗ്രഹിക്കുന്ന കാര്യം അതേവിധം നടന്ന് കിട്ടണമെന്നുമില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മറുപടി നിർബന്ധമായി നമുക്ക് ലഭിച്ചിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഒരു ഭക്തന് ദൈവം നൽകുന്ന 3-4 പ്രതികരണങ്ങളെക്കുറിച്ച് ഈ സമയം നമുക്കൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. 1-ാമത്തെ പ്രതികരണം പെട്ടെന്നുള്ള മറുപടിയാണ്. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഒരു ദൈവഭക്തൻ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥന ഉയർത്തുന്നു, പെട്ടെന്ന് മറുപടി കൊടുക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം നൽകും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. സത്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് മറുപടി കൊടുക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ സ്വന്തം യജമാനത്തി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സ്ത്രീ, ഇതാ അവൾ കൈക്കുഞ്ഞുമായി ഇങ്ങനെ ഓടി അലയുകയാണ്. അവൾക്ക് ആരും അഭയം കൊടുക്കുന്നില്ല. മരുഭൂമിയിലൂടെ കൈക്കുഞ്ഞുമായി അലഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു വഴിയുമില്ല കുഞ്ഞിനൊരു വെള്ളം കൊടുക്കാൻ, ദാഹശമനി കൊടുക്കാൻ. അപ്പോൾ കുഞ്ഞ് വാവിട്ട് കരയുന്നു വെള്ളത്തിന് വേണ്ടി. അവൾ ആ മരുഭൂമിയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ ഒന്നുമില്ലാത്തവളാണ്, ഞാനൊരു അഗതിയാണ്, എനിക്ക് ആരും അഭയം തരുന്നില്ല, എൻ്റെ കുഞ്ഞ് വെള്ളം കിട്ടാതെ വലയുന്നു. ഹാഗാർ എന്നുള്ള സ്ത്രീയാണ് ആ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച സ്ത്രീ. സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് തന്നെ ആ മരുഭൂമിയെ ദൈവം മരുപ്പച്ചയാക്കുന്നു. അവിടെ ശുദ്ധജലം ഉതിർത്ത് ആ കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നു. സഹോദരങ്ങളെ, ഇന്നും വിശ്വാസിക്ക് സത്യത്തിൽ അങ്ങനെ ചില പ്രാർത്ഥനകൾ ഉയർത്താനുള്ള അവകാശം ദൈവം കൊടുക്കുന്നുണ്ട്. നിലയില്ലാ കയത്തിൽ മുങ്ങിപ്പോകാനിരിക്കുന്ന ജീവിതങ്ങൾ അവസാനമായി ദൈവനാമം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവത്തിന് മാറി നിൽക്കാൻ കഴിയുമോ? തീർച്ചയായുമില്ല. പെട്ടെന്ന് ദൈവം പ്രതികരിക്കും. പുതിയ നിയമത്തിലും ഇതുപോലെ പ്രതികരിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ കഴിയും. അന്ധനായ ബർത്തമിയൂസ് വഴിയരികിലിരിക്കുന്നു. അവൻ വഴിയരികിൽ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു: ഓ യേശുവേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. യേശുവിന് മനസ്സിലായി, ബാക്കിയുള്ളവർ സൗഖ്യത്തിന് വേണ്ടി നിലവിളിക്കുന്നത് പോലെയല്ല ബർത്തമിയൂസ് എന്നുള്ള മനുഷ്യൻ നിലവിളിക്കുന്നത്. അവന് എന്നെ കാണാൻ കഴിയില്ല, അവൻ എന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. എന്നിട്ടും വിശ്വാസത്തോടെ അവൻ ഉയർത്തുന്ന പ്രാർത്ഥന കേട്ടോ. അതുകൊണ്ട് ആ യാത്രാമധ്യേ യേശു അവിടെ നിന്നു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവന് സൗഖ്യപ്പെടുത്തുന്നു. നിലയില്ലാ കയത്തിൽ മുങ്ങിപ്പോകാൻ പോകുന്ന ജീവിതങ്ങളെ നിലയില്ലാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിലവിളികൾ ഉയർത്തുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവായ യേശു വളരെ പെട്ടെന്ന് മറുപടി കൊടുക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഈ പെട്ടെന്ന് പ്രതികരണം നൽകുന്ന, പെട്ടെന്ന് പ്രതികരിക്കുന്ന കർത്താവിനോ വലിയ ഇഷ്ടമാണ്. പക്ഷേ എല്ലാ പ്രാർത്ഥനകൾക്കും ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് കർത്താവിൻ്റെ 2-ാമത്തെ ഒരു പ്രതികരണം. പ്രാർത്ഥനയ്ക്ക് 2-ാമത്തെ പ്രതികരണം ഇതാണ്: ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷനാണ്, കാലതാമസം വരുത്തുന്ന മറുപടി. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും: ഗോഡ് ഈസ് നെവർ ലേറ്റ് ബട്ട് സംടൈംസ് ഹീ ഈസ് സ്ലോ. ദൈവം ഒരിക്കലും വൈകുന്നില്ല, പക്ഷേ ചില സമയങ്ങളിൽ ദൈവം ഇടപെടുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. ഞാനും നിങ്ങളും കരുതുന്ന വിധത്തിൽ
വളരെ പെട്ടെന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതികരിക്കണമെന്നില്ല. എന്തുകൊണ്ടായിരിക്കും ദൈവം ആ വിധം നമ്മോട് പ്രതികരിക്കാതെ പോകുന്നത്? ഒരു അർത്ഥി ഞാനും നിങ്ങളും ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയവും മനസ്സും ഒരുങ്ങുന്ന സമയം വരെയും ദൈവം അതിന് ഫലം തരാൻ കാത്തിരിക്കും. ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഡിനയൽസ് എന്ന് പറയാറുണ്ട്. ദൈവം വൈകിക്കുന്നു എന്നുള്ളത് ഒരിക്കലും നിരാകരിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല. ഗോഡ്സ് ഡിനയൽസ് ആർ നോട്ട് ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഡിനയൽസ് എന്ന് പറയും. സഹോദരങ്ങളെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒട്ടേറെ വ്യക്തികൾ ഒരുപാട് കാലം ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനകൾ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സക്രിയ എലിസബത്ത് ദമ്പതികൾ കുഞ്ഞില്ലാതെ പോകുന്നത് കൊണ്ട് എത്രയോ കാലമാണ് അവർ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനകൾ ഉയർത്തിയത്. സക്രിയ ദൈവത്തിൻ്റെ മുമ്പിൽ ധൂപാർപ്പണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം പ്രാർത്ഥിക്കും. നിരന്തരം ധൂപം അർപ്പിക്കുമ്പോഴൊക്കെ അത് ആകാശത്തിലേക്ക് ഈ ധൂപം ഇങ്ങനെ പറന്നു പോകുമ്പോൾ, ഉയർന്നു പൊങ്ങുമ്പോൾ ഇവൻ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ പ്രാർത്ഥനകളൊക്കെ അർച്ചനകളായിട്ട് ഉയർത്തണമേ, എൻ്റെ പ്രാർത്ഥനകളൊക്കെ നീ കേൾക്കുന്നില്ലേ, എനിക്ക് എന്നൊരു കുഞ്ഞിനെ തരും. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയ്ക്ക് അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല മറുപടി കൊടുക്കുന്നത്, ഏറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. ഇതുപോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ വീരപുരുഷനായിരിക്കുന്ന അബ്രാഹത്തിനും സാറയ്ക്കും ദൈവം കുഞ്ഞിനെ കൊടുക്കുന്നതും വളരെ പെട്ടെന്നല്ല. ഏതാണ്ട് വാഗ്ദാനം സ്വീകരിച്ചതിന് ശേഷം അരനൂറ്റാണ്ട് കാലത്തോളം അവർ വെയിറ്റ് ചെയ്തു. ദൈവം കാലതാമസം വരുത്തി. പക്ഷേ ഈ കാലതാമസം ഒന്നും ദൈവം അവരുടെ പ്രാർത്ഥനയെ നിരാകരിച്ചു എന്ന് അർത്ഥമില്ല. ദൈവം ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ ഒരുക്കുന്ന പ്രക്രിയയിലാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ താമസിപ്പിക്കുന്ന കാലയളവ്. അതുകൊണ്ട് ചിലരെങ്കിലും പറയാറുണ്ട്, അവർ പ്രാർത്ഥന നിർത്തി, കാരണം ഇത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇടപെടുന്നില്ലല്ലോ എന്ന്. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥന നിർത്തുന്ന സമയത്തായിരിക്കും ദൈവം ചിലപ്പോൾ നമ്മളിൽ പ്രവർത്തന നിരതമാകാനായിട്ട് തുടങ്ങുന്നത്. ഞാൻ ഓർക്കുന്നു, നഴ്സിംഗ് പഠിച്ച ഒരു വിദ്യാർത്ഥി, അവർ പല പ്രാവശ്യം എക്സാം എഴുതി, എക്സാമിന് പോകുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് അവസാനം ഈശോയോട് വഴക്കിട്ട് ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഇനി ഞാൻ പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞ് ആ പ്രാവശ്യം പോയി എക്സാം എഴുതി ആ കുട്ടി ആ എക്സാമിന് പാസ്സാവുകയും ചെയ്യും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥന നിർത്തുമ്പോൾ പോലും ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാറുണ്ട്. കാരണം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടണമെന്ന് ദൈവം കരുതിയിട്ടുണ്ടായിരിക്കും. നാളുകൾക്ക് മുമ്പ് ഒരു ദേവാലയത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് പൂജയർപ്പിക്കാനും പൂമാലയിടാനും പൂമാല കൊരുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വർഷങ്ങളായി ദേവാലയത്തിൻ്റെ മുമ്പിലിരിക്കുന്നു. അവൾ കൊരുത്തെടുക്കുന്ന പൂമാലകളാണ് ആളുകൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി കർത്താവിൻ്റെ രൂപത്തിൻ്റെ ധരിപ്പിക്കുന്നത്. അവൾ ഒരു ദിവസം കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഓ കർത്താവേ, എത്രയോ കാലമായി ഞാൻ നിനക്ക് വേണ്ടി ഈ മാലകൾ കെട്ടുന്നു, എന്തേ നിനക്ക് എൻ്റെ കഴുത്തിൽ ഒരു മിന്നു കെട്ടണമെന്ന് തോന്നുന്നില്ല? ഈ പ്രാർത്ഥന സത്യത്തിൽ അവൾ പള്ളിയിൽ അകത്തേക്ക് കയറിയല്ല പ്രാർത്ഥിക്കുന്നത്, പക്ഷേ പുറത്തിരുന്നു കൊണ്ട് അവൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഓ ദൈവമേ, എത്രയോ മാലകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു, എത്രയോ മാലകൾ നിന്നെ ധരിപ്പിച്ചു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രായം കവിഞ്ഞിട്ടും എൻ്റെ കഴുത്തിലൊരു മിന്നു കെട്ടണമെന്ന് നിനക്ക് തോന്നാത്തത്? സഹോദരങ്ങളെ, ദൈവം ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വൈകിച്ചേക്കാം. പക്ഷേ ആ വൈകിയുള്ള മറുപടി ഒരിക്കലും ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് നാം അവ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. പ്രാർത്ഥനയ്ക്കുള്ള മൂന്നാമത്തെ പ്രതികരണമാണ് പരോക്ഷമായ മറുപടി. നമുക്കതിനെ ഇൻഡിറക്റ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നാം ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്.
ഏറ്റവും നല്ല ഉദാഹരണം പുതിയ നിയമത്തിലെ ധീര പടയാളിയായ പൗലോസ് അപ്പസ്തോലൻ. പൗലോസ് അപ്പസ്തോലന് തോന്നി, ഞാൻ കുറേ കൂടി എൻ്റെ ബലഹീനതകളെല്ലാം മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായി എൻ്റെ കർത്താവിന് എന്നെ തന്നെ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഉള്ളിൽ ഒരു മുള്ളുണ്ട്, ഒരു ബലഹീനതയാണത്, അത് നീ എടുത്തു കളഞ്ഞാൽ എനിക്ക് കുറേ കൂടി പൂർണ്ണമായി പൂർണ്ണ സുഹൃത്തുക്കളോടെ നിന്നെ ശുശ്രൂഷിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? ഈ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ടോ? സത്യത്തിൽ ആ പ്രാർത്ഥനയ്ക്കല്ല മറുപടി കൊടുക്കുന്നത്. അവനോട് പറഞ്ഞു, ആ മുള്ള് നിനക്ക് അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്, നിനക്ക് ഉള്ള കൃപയുടെ അടയാളമാണ്. അതുകൊണ്ട് അവ മാറ്റിക്കളയാൻ നീ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നിന്റെ ആ ബലഹീനതയിൽ ഞാൻ വന്ന് ഇടപെടും. ഇൻഡയറക്റ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന പ്രാർത്ഥനയ്ക്ക് പരോക്ഷമായി ദൈവം പ്രതികരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയ ഒരു കുടുംബം വിവാഹമോചനത്തിന് വേണ്ടി നോട്ടീസെല്ലാം കൊടുത്ത് ഡിവോഴ്സിന് തൊട്ട് മുമ്പുള്ള സെപ്പറേഷൻ്റെ സ്റ്റേജിലായി. എന്ന് പറഞ്ഞാൽ രണ്ടു പേരും രണ്ട് വീടുകളിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഹസ്ബൻഡിന് ഉള്ളിൽ ക്യാൻസർ ആരംഭിച്ചു എന്നുള്ള കാര്യം അറിയുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആരംഭിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അത് സ്പ്രെഡ് ചെയ്തു എന്നുള്ള വാർത്ത ഭാര്യ അറിയുന്നത്. അപ്പോൾ ഡിവോഴ്സിന് നോട്ടീസ് കൊടുക്കാനുള്ള കാരണമൊക്കെ വളരെ വീട്ടിൽ തുടങ്ങിയ ചെറിയ വഴക്കിൽ നിന്ന് തുടങ്ങിയതാണ്. വഴക്ക് മറ്റൊന്നുമല്ല, അയാൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സോക്സ് കട്ടിലിൻ്റെ അടിയിലിടുന്നതിന് പകരം കട്ടിലിൻ്റെ മുകളിലിടുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ്, കിടക്കയുടെ മുകളിലിടുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ വഴക്ക് തുടങ്ങിയത്. പക്ഷെ വഴക്ക് മൂർച്ഛിച്ച് പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. രണ്ടുപേരുടെയും വീട്ടുകാരെയും ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിനു പറയണം, അവസാനം ഡിവോഴ്സിൻ്റെ വക്കിലെത്തി. സഹോദരങ്ങളെ, ഈ സമയത്ത് ഈ ക്യാൻസർ ഡയഗ്നൈസ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് തോന്നി, സത്യത്തിൽ ഇത്രയും കാലം ഞങ്ങൾ ഒരേ കൂരയ്ക്ക് കീഴിലിരുന്നവരല്ലേ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചവരല്ലേ, ഞങ്ങളിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തതല്ലേ, ഞങ്ങൾ ഇങ്ങനെ ആകേണ്ടവരല്ലോ, ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കേണ്ട ആവശ്യമില്ലേ. അവൾ തന്നെ തോറ്റുകൊടുത്തുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് വന്നു. സഹോദരങ്ങളെ, ഇവർ ആ രണ്ടു പേരും ചേർന്നുകൊണ്ട് ഏറെ സ്ഥലങ്ങളിൽ പോയി നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ ക്യാൻസർ രോഗം എടുത്തു മാറ്റണം. കർത്താവേ, ഒരു കംപ്ലീറ്റ് ഹീലിംഗ് ഇയാൾക്ക് കൊടുക്കണം. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടി ഒരു പരോക്ഷമായ മറുപടിയായിരുന്നു. മറുപടി എന്തായിരുന്നു? ആയുസ് നീട്ടിക്കൊടുത്തില്ല, പക്ഷേ ജീവിച്ചിടത്തോളം കാലം അവർക്ക് ഒരുമിച്ച് സ്നേഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. നമുക്കാവശ്യം ജീവിക്കുന്ന കാലം മനോഹരമായി ജീവിക്കുന്നതാണോ, അതോ ആയുസ്സിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതാണോ? അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീർച്ചയായും ജീവിക്കുന്ന കാലം മനോഹരമായിരിക്കണം എന്നതാണ്. പ്രാർത്ഥനയ്ക്കുള്ള നാലാമത്തെ പ്രതികരണം ഉദാത്തമായ മറുപടിയാണ്. നമുക്കതിനെ സബ്ലൈം ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കാൻ കഴിയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രാർത്ഥനയ്ക്ക് പ്രത്യക്ഷത്തിൽ മറുപടി പോസിറ്റീവായി ഒന്നും ലഭിക്കുന്നില്ല. ഇത് ഏറ്റവും മനോഹരമായി നമ്മൾ കാണുന്നത് യേശു ഗെത്സമനിലും കാൽവരിയിലും ആയിരുന്ന സമയത്താണ്. സ്വന്തം സ്വർഗത്തിലെ പിതാവ് ഏതൊരു പ്രാർത്ഥനയ്ക്കും മറുപടി നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു കടന്നു വന്നത്. എന്നാൽ ഗെത്സമൻ തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് രക്തം വിയർത്തുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന്. ഒരു പ്രാവശ്യമല്ല, 3 ആവർത്തി അവൻ പ്രാർത്ഥിച്ചു. എന്നിട്ടും അതിന് പോസിറ്റീവായൊരു പ്രതികരണം സ്വർഗത്തിലെ അപ്പനിൽ നിന്ന് യേശുവിന് കിട്ടുന്നതായി നമ്മൾ കാണുന്നില്ല. ഇതുപോലെ തന്നെ അപ്പുറത്ത് കാൽവരി കുരിശിൽ എപ്പോഴും നിങ്ങളുടെ നിലവിളിക്ക് സ്വർഗത്തിലെ പിതാവ് ഉത്തരം നൽകുമെന്ന് പഠിപ്പിച്ച യേശു നിലവിളിക്കുന്നത് കുരിശിൻ്റെ മുകളിൽ കിടന്നുകൊണ്ടാണ്. എൻ്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ പിതാവ് ഒരു വിധത്തിലും അവനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. സഹോദരങ്ങളെ, ചില സമയങ്ങളിൽ ദൈവം
ഈ വിധം മൗനം പാലിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, കാൽവരി കുരിശിൻ്റെ കീഴിൽ മറിയം ഇരുന്ന നേരത്ത് മറിയം ചിന്തിച്ചത് എന്തായിരിക്കും? മറിയം ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിന് 12500 വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹം തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് പോയി. ഇതുപോലൊരു മലകയറ്റമായിരുന്നു അതും. ഇവിടെ കാൽവരി മലയാണെങ്കിൽ അവിടെ മോറിയ മലയിലേക്കുള്ള പോവൽ. അന്ന് മലയിലേക്ക് പോകുമ്പോൾ വിറകും തീയും കൊണ്ടാണ് പോകുന്നത്, മകനായ ഇസഹാക്കിൻ്റെ തലയിൽ വെച്ചുകൊണ്ട്. ഇപ്പുറത്തെ വശത്ത് അവിടെ വിറകും തീയുമാണെങ്കിൽ ഇവിടെ സ്വന്തം കുരിശു പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് മറിയം എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും? അങ്ങ് മുകളിൽ ചെല്ലുന്ന നേരത്ത് അന്ന് സ്വർഗത്തിലെ പിതാവ് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഇസഹാക്കിനെ ബലി അർപ്പിക്കണ്ട, അപ്പുറത്ത് കാട്ടിൽ ഉടക്കിക്കിടക്കുന്ന ഒരു ആടുണ്ട്, ആ ആടിനെ ബലി അർപ്പിച്ചാൽ മതിയെന്ന്. സഹോദരങ്ങളെ, എന്നാൽ യേശു കർത്താവ് കാൽവരി മലയിൽ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആടിനെ കുറിച്ച് പറഞ്ഞില്ല. എന്തായിരിക്കും കാരണം? യേശുവിന് മുമ്പോ പിമ്പോ ഇതുപോലെ സമർപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു കുഞ്ഞാട്, ഊനമറ്റ ഒരാട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ആടിനെ സമർപ്പിക്കാനായിട്ട് വന്നത്. മറിയം സത്യത്തിൽ അന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് മോചിപ്പിച്ചിരുന്നെങ്കിൽ എന്ന്. പ്രാർത്ഥനകൾ ഈ വിധം ദൈവം ഉദാത്തവൽക്കരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മൗനം പാലിച്ചതുപോലെ തോന്നും. എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് ദൈവം മൗനം പാലിച്ചു എന്ന് തോന്നുന്നത്? നമ്മുടെ ജീവിതത്തെ കുറേ കൂടി മനോഹരമാക്കാൻ, യേശു ദൈവപുത്രനാണെന്നും ലോകത്തെ കാണിക്കാൻ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ക്രിയാത്മകമായ ഒരു പ്രതികരണം സംഭവിക്കാൻ പാടില്ലായിരുന്നു. സ്വർഗം അന്ന് പ്രതികരിച്ചാൽ മാനവകുലത്തിൻ്റെ രക്ഷ എങ്ങനെ സാധ്യമാകും? എൻ്റെയും നിങ്ങളുടെയും പാപമോചനം എങ്ങനെ സാധ്യമാകും? അതുകൊണ്ട് സ്വർഗം മൗനം പാലിക്കേണ്ടിയിരുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മൗനം പാലിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മളുടെ ഈ സഹനത്തെക്കുറിച്ച് ദൈവത്തിന് കുറേ കൂടി ഉന്നതമായ പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സത്യത്തിൽ അത്ഭുതം 2 വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ മനുഷ്യൻ്റെ മനസ്സ് വഴങ്ങുക, മറ്റൊന്ന് മനുഷ്യൻ്റെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് ഇണങ്ങുക. എന്നാൽ ഈ 2 എണ്ണത്തിൽ ആദ്യത്തേതാണ് മഹാത്ഭുതം എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ തിരുമനസ്സിന് അനുയോജ്യമാകുന്ന വിധത്തിൽ നമ്മുടെ മനസ്സ് വഴങ്ങിക്കൊടുക്കുക. ഒരു പാവപ്പെട്ട രോഗി, അയാൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ രോഗത്തിന് നീ വിടുതൽ തരണം, സൗഖ്യം തരണം. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷേ പ്രാർത്ഥന ദൈവം കേട്ടതായി പ്രത്യക്ഷത്തിൽ തോന്നിയില്ല. അയാൾ സൗഖ്യപ്പെട്ടില്ല. പക്ഷേ ആ രോഗം ഏറ്റെടുക്കാനും ആ രോഗത്തെ അതിജീവിക്കാനുമുള്ള വലിയൊരു കരുത്ത് അദ്ദേഹത്തിന് കിട്ടി. വലിയൊരു കരുത്ത് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അതാണ് സത്യത്തിൽ മഹാത്ഭുതം എന്ന് പറയുന്നത്. കാരണം എന്താണ്? വരും കാലങ്ങളിൽ ഒരു രോഗത്തിനും അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ കഴിയുകയില്ല. എല്ലാ രോഗങ്ങളും സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയുള്ളൂ. നമ്മൾ ഓർക്കണം, ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. ദൈവം ചില കാര്യങ്ങൾ വൈകിക്കുന്നു എന്നുള്ളത് ദൈവം ഒരു കാര്യത്തെ നിരാകരിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല. നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങയുടെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ എൻ്റെ പ്രാർത്ഥനയെ രൂപപ്പെടുത്താനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ എന്ന്. ഉപാസന നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിൽ
സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പൂർവകാലങ്ങളിൽ പ്രവാചകരിലൂടെയും രാജാക്കന്മാരിലൂടെയും സംസാരിച്ച ദൈവം കാലത്തിൻ്റെ പൂർത്തിയിൽ തൻ്റെ ഏകസുതനായ യേശു ക്രിസ്തു വഴി സംസാരിക്കുന്നു. ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കുവാനുമാണല്ലോ നിരന്തരം അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കുന്നത്. അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം തിരുവചനം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് ഉറവകെട്ട് പോയാൽ എങ്ങനെ അതിന് ഉറ കൂട്ടും? യേശുവിനെ കണ്ടെത്തുന്നവരെല്ലാവരും ഭൂമിക്ക് ഉപ്പായി മാറേണ്ടതാണ്. ജീവിതങ്ങൾക്ക് സ്വാദുള്ള ഉപ്പായി മാറേണ്ടതാണ്. കർത്താവായ യേശുവേ, സ്വാദുള്ള അനുഗ്രഹീതമായ ഒരു ഉൽപ്പന്നമായി മാറേണ്ട ഞങ്ങളുടെ ജീവിതം പലപ്പോഴും അങ്ങയെ മാറ്റി നിർത്തുന്നത് വഴിയായി പരാജയപ്പെട്ടും തളർന്നും പോകാറുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നീ പറയുന്ന വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. ക്ഷമാപൂർവം പിടിച്ചു നിൽക്കുവാനാവുന്നത്ര ശക്തി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. എന്നെ പ്രതി എത്ര സഹിച്ചിട്ട് നീ തളർന്നിട്ടില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയെ കണ്ടറിഞ്ഞതിന് ശേഷം വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോയി എന്നുള്ളത് കൊണ്ട് അങ്ങയെ മാറ്റി നിർത്താൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ഓർത്ത് മാപ്പ് ചോദിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഉറകെട്ട് പോയ ഞങ്ങളുടെ ജീവിതത്തിന് വീണ്ടും ശക്തിയും ഊർജ്ജസ്വലതയും തിരിച്ചു തരുവാൻ ഈ ആരാധന മണിക്കൂറിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവ ശുശ്രൂഷകരെ അവർക്ക് ഉറ കൂട്ടണമേ, അവർക്ക് തീക്ഷ്ണത കൊടുക്കണമേ. അങ്ങയെക്കുറിച്ചുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ കർത്താവിനെ ജ്വലിപ്പിക്കണമേ. തളർന്നു പോയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. വിശ്വാസത്തിൽ പിറകിലേക്ക് മറഞ്ഞു പോയവർക്ക് വീണ്ടും മുൻപിലേക്ക് തിരിച്ചു വരുവാനുള്ള കൃപ നീ കൊടുക്കണമേ. ശുശ്രൂഷകരുടെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ ഈ ആരാധന മണിക്കൂറിൽ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉറകെട്ടുപോയ ഉപ്പാണു ഞാൻ, തീ കെട്ടുപോയ വിളക്കാണു ഞാൻ. ഉറക്കൂട്ടുവാനായി ആരുവരും, എന്നിൽ തീ കൂട്ടുവാനായി ആരുവരും. ഉറകെട്ടുപോയ ഉപ്പാണു ഞാൻ, തീ കെട്ടുപോയ വിളക്കാണു ഞാൻ. ഉറകൂട്ടുവാനായി ആരുവരും, എന്നിൽ തീ കൂട്ടുവാനായി ആരുവരും. അതെ ഈശോയെ, അവിടുന്ന് വീണ്ടും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കണം. സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു മധുവിധ കാലം ഞങ്ങൾക്ക് നീ തിരിച്ചു തരണം. ഓർത്തു നോക്കുക, കുടുംബ ബന്ധത്തിൻ്റെ ആദ്യ കാലങ്ങൾ സന്തോഷത്തിൻ്റെ മധുവിധ കാലമായിരുന്നു. അത് നിനക്ക് നഷ്ടമായത് എന്തുകൊണ്ടാണ്? യേശു നിന്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോയത് കൊണ്ടല്ലേ? വിശ്വാസ ജീവിതത്തിൻ്റെ മധുവിധ കാലം നിനക്ക് നഷ്ടമായത് എന്തുകൊണ്ടാണ്? യേശുവിനെ നീ പിന്തള്ളിയത് കൊണ്ടല്ലേ? ശുശ്രൂഷ ജീവിതത്തിൽ നീ തകർന്നു പോയത് എന്തുകൊണ്ടാണ്?
യേശു നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ നീ അവസരം കൊടുത്തത് കൊണ്ടല്ലേ. യേശുവേ, ഉപ്പിന് ഉറകൂട്ടാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് മടങ്ങി വരണമേ. പുതിയ ഊർജ്ജസ്വലത നീ ഞങ്ങൾക്ക് തരണമേ. പുതിയ വെളിച്ചം നീ ഞങ്ങൾക്ക് തരണമേ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവമക്കളെ അനുവദിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദികരെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. സിസ്റ്റേഴ്സിനെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ആത്മീയ പിതാക്കന്മാരെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ആദ്യ സ്നേഹവും ആദ്യ വിശുദ്ധിയും ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി മടക്കി തരുവാൻ സ്നേഹത്തോടെ നിന്നെ ക്ഷണിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, നീ വരൂ, ആ സ്നേഹം നീ തരൂ. ആത്മനേ, ആത്മനേ, നീ വരൂ, അഭിഷേകം നീ തരൂ. പച്ചവെള്ളം പോയ ആയിത്തീർന്ന ജീവിതങ്ങൾക്ക് മുന്തിരിച്ചാറിൻ്റേത് പോലുള്ള മധുരം കൊടുക്കുവാൻ യേശു വരുന്നുണ്ട്. തളർന്നു പോയ ജീവിതങ്ങൾക്ക് ബലം കൊടുക്കാൻ യേശു വരുന്നുണ്ട്. ചഞ്ചല ഹൃദയരായി പോയവർക്ക് വിശ്വാസത്തിന്റെ വരം കൊടുക്കുവാൻ യേശു വരുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ പതറിപ്പോയവർക്ക് വീണ്ടും എഴുന്നേൽക്കാനുള്ള ശക്തിയുമായി യേശു വരുന്നുണ്ട്. ആദ്യ സ്നേഹം നഷ്ടമായവർക്ക് ആ സ്നേഹം തിരിച്ചു തരുവാൻ യേശു വരുന്നുണ്ട്. സ്നേഹത്തിന്റെ മധുവിധ കാലം നഷ്ടമായവർക്ക് ഒരിക്കൽ കൂടി ആ സ്നേഹം തിരിച്ചു തരുവാൻ, ആ കുടുംബം തിരിച്ചു തരുവാൻ യേശു വരുന്നുണ്ട്. ഓ യേശുവേ, നീ വരണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ,